വന്നു. പലപ്പോഴും ഏഴക്കാരുടെ കരുണ കൊണ്ടും ഒക്കെയാണ് അദ്ദേഹം അതിനെ അതിജീവിച്ചത്. എങ്കിലും 5000 ബുക്കോളം അടിച്ചപ്പോഴത്തേക്ക് അത് ഡെഡായി. എന്ന് വെച്ചാല് അത് വിൽപ്പനയില്ലാതെ നിന്നു. പിന്നീട് അതിനൊരു വിൽപ്പന ഉയരുകയും പിന്നെ നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ വളരെയധികം നമ്മളെ സഹായിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പണം ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നശിപ്പിക്കപ്പെടുമെന്നുള്ളൊരു തത്വം അവർ ആദ്യമേ പറഞ്ഞത് റോക്ക്ഫെല്ലറാണ്. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് നമ്മളിപ്പോ ജാക്ക് അലക്സാണ്ടർ ലേഖനത്തിലേക്ക് വേണ്ടത്. കാരണം എക്ക് ഒരു ബൂം ഉണ്ടാക്കി കൊടുത്തത് സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ വന്ന ഈ ഒരു ലേഖനമാണ്. അതുകൊണ്ടാണ് ജാക്ക് അലക്സാണ്ടർ ലുക്സ് അറ്റ് എ. ജാക്ക് അലക്സാണ്ടർ എയിൽ കണ്ണു നട്ടു എന്നാണ് മലയാള അർത്ഥം. ഏതായാലും നമുക്ക് അതിനകത്തേക്ക് പോകാം. അതിന്റെ ഇംഗ്ലീഷ് ഭാഗം വായിക്കാം, എന്നിട്ട് പിന്നീട് ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ തർജ്ജമ ചെയ്യാം. ജാക്ക് അലക്സാണ്ടർ ലുക്സ് അറ്റ് എ. The spring of 1941 brought us 10 strike. The Saturday Evening Post decided to do a piece about Alcoholics Anonymous. It assigned one of its star writers, Jack Alexander, to the job. Having just done an article on the New Jersey rackets, Jack approached us somewhat tongue-in-cheek, but he soon became an AA convert. Even though he wasn't an alcoholic, working early and late, he spent a whole month with us. Dr. Bob and I and the elder of the early groups at across New York, Cleveland, Philadelphia, and Chicago spent uncounted hours with him. When he could feel AA in the very marrow of his bones, he proceeded to write the piece that rocked drunks that their families all over the nation. It was the lead story in the Saturday Evening Post of March 1, 1941. അപ്പോ ജാക്ക് അലക്സാണ്ടർ എയിലേക്ക് നോക്കുന്നു. 1941 വസന്തകാലം ഞങ്ങൾക്ക് ഒരു ഉയർച്ച കൊണ്ടുവന്നു. സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ സ്റ്റാർ എഴുത്തുകാരിൽ ഒരാളായ ജാക്ക് അലക്സാണ്ടറെ ഈ ജോലി ഏൽപ്പിച്ചു. ന്യൂജേഴ്സി റാക്കറ്റുകളെ കുറിച്ച് ഒരു ലേഖനം എഴുതിയതിനു ശേഷം ജാക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നാൽ താമസിയാതെ അദ്ദേഹം ആയി, അല്ലെങ്കിൽ അവനൊരു മദ്യപാനി ആയിരുന്നില്ലെങ്കിലും പരിവർത്തനം ചെയ്യപ്പെട്ടവനായി. നേരത്തെയും വൈകിയും അദ്ദേഹം ഒരുപാട് ജോലി ചെയ്ത അദ്ദേഹം ഒരു മാസം മുഴുവൻ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. അതായത് രാത്രിയും പകലും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. ഡോക്ടർ ബോബും ഞാനും അക്രോണിലെയും ന്യൂയോർക്കിലെയും ക്ലീവ്ലാൻഡിലെയും ഫിലാഡൽഫിയ, ചിക്കാഗോയിലെയും എന്നിവിടങ്ങളിലെ ആദ്യകാല ഗ്രൂപ്പുകളിലെ മുതിർന്നവരും അദ്ദേഹത്തോടൊപ്പം എണ്ണമറ്റ മണിക്കൂറുകൾ ചെലവഴിച്ചു. അയാൾക്ക് തോന്നിയപ്പോൾ രാജ്യമെമ്പാടുമുള്ള മദ്യപാനികളെയും അവരുടെ കുടുംബങ്ങളെയും ഇളക്കിമറിച്ച ഒരു ഭാഗം തന്റെ അസ്ഥികളുടെ മഞ്ചയിൽ നിന്നുമാണ് അദ്ദേഹം എഴുതി ചേർത്തത്. 1941 മാർച്ച് 1 സാറ്റർഡേ ഈവനിങ് പോസ്റ്റിലെ പ്രധാന കഥയായിരുന്നു അത്. Came then the Dulce. Frantic appeals from alcoholics and their families. 6,000 of them hit the New York office. At first, we poured at random through the mass of letters, laughing and crying by turns. How could this heartbreaking mail be answered? It was a clinch that Ruth and I could never do it alone. From letters wouldn't be enough. Every single one must have an understanding personal reply. Maybe the AA groups themselves would help. Though we had never asked anything of them before, this was surely their business. If it was anybody's, an enormous 12-step job had to be done and done quickly. അതായാലും 1941 മാർച്ച് 1 സാറ്റർഡേ ഈവനിങ് പോസ്റ്റിലെ പ്രധാന കഥയായിരുന്നു അത്. തുടർന്ന് വന്നത് ഒരു പ്രളയമായിരുന്നു. മദ്യപാനികളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഏകദേശം 6000 പേർ ന്യൂയോർക്കിലെ ഓഫീസിൽ നിന്നിലേക്ക് ഭ്രാന്തമായ അഭ്യർത്ഥനകൾ നടത്തി. ആദ്യം ഞങ്ങൾ ആ അക്ഷരങ്ങളുടെ കൂട്ടത്തിലൂടെ ക്രമരഹിതമായി മാറി മാറി ചിരിച്ചും കരഞ്ഞുകൊണ്ടും നടന്നു. ഹൃദയഭേദകമായ ഈ കത്തുകൾക്ക് എങ്ങനെ മറുപടി നൽകാനാകും? എനിക്കും റൂത്തിനും ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമമായിരുന്നു അത്. അക്ഷരങ്ങൾ മതിയാകില്ല. ഓരോരുത്തർക്കും മനസ്സിലാകുന്ന വ്യക്തിപരമായ മറുപടി ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ AA ഗ്രൂപ്പുകൾ തന്നെ അതിന് സഹായിക്കണം.
ഞങ്ങൾ ഇതുവരെ അവരോട് ഒരു സഹായം ചോദിച്ചിട്ടില്ലെങ്കിലും ഇത് ആരുടെയെങ്കിലും കാര്യമാണെങ്കിൽ തീർച്ചയായും ഇത് അവരുടെ കാര്യം കൂടിയാണല്ലോ. ഒരു വലിയ 12 പടി ജോലി വേഗത്തിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പുകളോട് കഥ പറഞ്ഞു. അവർ പ്രതികരിച്ചു. സ്വമേധയുള്ള സംഭാവനയ്ക്കുള്ള അളവുകോൽ ആ കാലത്ത് ഒരംഗത്തിന് പ്രതിവർഷം $1 എന്ന നിലയിലായിരുന്നു. So we told the groups the story and they respond. The measuring stick for voluntary contribution was at the time set at $1 per member per year. The trustees of the foundation agreed to look after these funds, placing them to a special bank account and marking them for AA office work only. We had started the year 1941 with the 2,000 members, but we finished with the 8,000. This was the measure of the great impact of the Saturday Evening Post piece. But this was only the beginning of uncounted thousands of pleas for help from individuals and from growing groups all over the world, which have continued to flow into the General Service Office to this day. This phenomenal expansion brought another problem, a very important one. The national spotlight now being on us, we had to begin dealing with the public on a large scale. Public ill will could stunt our growth, even bring it to a standstill. But enthusiastic public confidence could solve our ranks to numbers we had only dreamed of before. The post piece had proved this. Finding the right answers to all our public relations puzzles and has been a long process. After much trial and error, sometimes punctuated by painful mistake, the attitudes and practices that would work best for us and emerged. The important ones can today be seen in our AA traditions. 100% anonymity at the public level. No use of the AA name for the benefit of other causes, however worthy. No endorsement or alliance. One single purpose of for alcoholism must no professionalism. Public relations by the principles of attraction rather than promotion. These were some of the hard learned lesson. അപ്പോ ഞങ്ങൾ ഗ്രൂപ്പുകളോട് ഈ കഥകൾ പറഞ്ഞു. അവർ പ്രതികരിച്ചു. സ്വമേധയുള്ള സംഭാവനയ്ക്കുള്ള അളവുകോൽ ആ കാലത്ത് ഒരു അംഗത്തിന് $1 എന്ന നിലയിലായിരുന്നു. ഫൗണ്ടേഷന്റെ ട്രസ്റ്റികൾ ഈ ഫണ്ടുകൾ പരിപാലിക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ ആ പണം നിക്ഷേപിച്ചു. അവ AA ഓഫീസ് ജോലികൾക്ക് മാത്രമായി ഉപയോഗിച്ചു. ഞങ്ങൾ 2000 അംഗങ്ങളുമായി 1941 വർഷം ആരംഭിച്ചു. പക്ഷേ ഞങ്ങൾ ആ വർഷം പൂർത്തിയാക്കിയത് 8000 അംഗങ്ങളുമായിട്ടാണ്. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് പീസിന്റെ വലിയ സ്വാധീനത്തിന്റെ അളവുകോലാണിത്. എന്നാൽ ഇത് വ്യക്തികളിൽ നിന്നും ലോകമെമ്പാടുമുള്ള വളർന്നു വരുന്ന ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള സഹായത്തിനുള്ള ആയിരക്കണക്കിന് അഭ്യർത്ഥനകളുടെ തുടക്കം മാത്രമായിരുന്നു. അവ ഇന്നും ജനറൽ സർവീസ് ഓഫീസിലേക്ക് ഒഴുകുന്നത് തുടരുകയാണ്. ഈ അസാധാരണമായ വികാസം മറ്റൊരു പ്രശ്നം കൊണ്ടുവന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ദേശീയ ശ്രദ്ധാകേന്ദ്രം ഇപ്പോൾ ഞങ്ങളുടെ മേലെയാണ്. ഞങ്ങൾക്ക് പൊതുജനങ്ങളുമായി വലിയ തോതിൽ ഇടപഴകേണ്ടി വരുന്നു. പൊതുജനങ്ങളുടെ ഇച്ഛാശക്തി നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യും. ഇത് നിലയ്ക്കാൻ പോലും അല്ലെങ്കിൽ ഈ വളർച്ചയെ നിലയ്ക്കാൻ പോലും ഇടയാക്കും. എന്നാൽ ആവേശഭരിതരായ പൊതുവിശ്വാസത്തിന് ഞങ്ങളുടെ ആ ഞങ്ങൾ മുമ്പ് സ്വപ്നം കണ്ടിരുന്ന സംഖ്യകളിലേക്ക് നമ്മൾക്ക് ഉയർത്താൻ കഴിയും. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിന്റെ ആ ആർട്ടിക്കിൾ ഇത് തെളിയിച്ചു. ഞങ്ങളുടെ എല്ലാ പബ്ലിക് റിലേഷൻസ് പരിപാടികൾക്കും ശരിയായ ഉത്തരം കണ്ടെത്തുന്നത് ഒരു നീണ്ട പ്രക്രിയയാണ്. വളരെയേറെ പരീക്ഷണങ്ങൾക്കും പിശകുകൾക്ക് ശേഷം ചിലപ്പോൾ വേദനാജനകമായ പിഴവുകളിൽ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ വേദനാജനകമായ പിഴവുകളിൽ വിരാമമിട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മനോഭാവങ്ങളും പ്രയോഗങ്ങളും ഉയർന്നു വന്നു. പ്രധാനപ്പെട്ടവ ഇന്ന് നമ്മുടെ AA പാരമ്പര്യങ്ങൾ പൊതുതലങ്ങളിൽ 100% അജ്ഞാതത്വം, AAയുടെ ഉപയോഗം, അതായത് ആൽക്കഹോൾ സർവീസിന്റെ 12 പാരമ്പര്യങ്ങൾ, പബ്ലിക് ലെവലിൽ 100% അനോണിമിറ്റി, അല്ലെങ്കിൽ പബ്ലിക് ലെവലിൽ നമ്മൾ അറിയപ്പെടാതിരിക്കുക, മറ്റ് കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളിലൂടെ AA ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ AAയുടെ പേര് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ യോഗ്യമായ അല്ലെ അംഗീകാരങ്ങളോ കൂട്ടുകെട്ടുകളോ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സഹകരിക്കുക, കൂടിച്ചേരാതിരിക്കുക. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് പ്രൊഫഷണലിസം അല്ല, സ്ഥാനക്കയറ്റത്തെക്കാൾ ആകർഷണം എന്ന തത്വത്തിൽ ഉപയോഗിക്കുകയാണ് പബ്ലിക് റിലേഷൻസ്. ഇതൊക്കെ കഠിനമായ പഠിച്ച പാഠങ്ങളിൽ ചിലതാണ്. AAയുടെ മുഴുവൻ സേവനവും ഇതുവരെ ഞങ്ങളുടെ സൊസൈറ്റിയുടെ
കഥയിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ പുസ്തകത്തിൽ ലഘുലേഖ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ വികസനത്തിൽ സഹായത്തിനായിട്ടുള്ള അഭ്യർത്ഥനകളുടെ ഉത്തരത്തിൽ അവരുടെ പ്രശ്നങ്ങളിൽ അങ്ങനെ ഉപദേശം തേടാനുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധേയമായി കൊണ്ടുപോവുകയാണ്. ചിലപ്പോഴെല്ലാം ഗ്രൂപ്പുകളുടെ അവർ ഉപദേശം തേടി പ്രശ്നങ്ങളിൽ ഉപദേശം തേടി ഞങ്ങൾക്ക് എഴുതാറുണ്ട്. അവരുടെ തൃപ്തികരമായ ആവശ്യം ഞങ്ങൾ നിറവേറ്റുകയാണ്. പൊതുജനങ്ങളുമായി നമ്മുടെ അത്ഭുതകരമായ ബന്ധത്തിന്റെ തുടക്കമാണിത്. എല്ലാം എയുടെ ലോകമെമ്പാടുമുള്ള വളരുന്ന സേവനത്തിന്റെ ഭാഗമായി തീരുന്നു. ഒടുവിൽ ഞങ്ങളുടെ സൊസൈറ്റി മൊത്തത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ 1941 1945 കാലഘട്ടം ചില പ്രധാനമുള്ള കൂടുതൽ സംഭവങ്ങൾ കൊണ്ടുവന്നു. വെസിറ്റ് സ്ട്രീറ്റ് ഓഫീസ് ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിന് എതിർവശത്തുള്ള ന്യൂയോർക്ക് സിറ്റിയിലെ ലെക്സിംഗ്ടൺ അവന്യൂവിലേക്ക് മാറ്റി. ഞങ്ങൾ അവിടെ എത്തിയ നിമിഷം സന്ദർശകരാൽ ഞങ്ങൾ ഉപരോധിക്കപ്പെട്ടു. അവർ ആദ്യമായി ലോകമെമ്പാടുമുള്ള ഒരു ദർശനമായി ആൽക്കോളിക്സ് അനോണിമസിനെ കാണാൻ തുടങ്ങി. സർവീസ് ടു ദി ഹോൾ എ. Thus far in our society story, we have seen the foundation, the AA book, the development of pamphlet literature, the answered mass of plea for help, the satisfied need of groups for counsel on their problems, the beginning of our wonderful relationship with the public, all becoming a part of a growing service to the whole. Would of AA at last, our society really began to function as a whole. But the 1941-1945 period brought still more development of significance. The Westside Street office was moved to Lexington Avenue, New York City, just opposite Grand Central Terminal. The moment we located there, we were beside with the visitors who for the first time began to see Alcoholics Anonymous as a vision for the whole globe. അപ്പം 1941-45 ആയപ്പോഴത്തേക്കും കൂടുതൽ സംഭവവാസങ്ങൾ വന്നു. വെസൈഡ് സ്ട്രീറ്റ് ഓഫീസ് ഞങ്ങൾ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിന് എതിർവശത്തുള്ള ന്യൂയോർക്ക് സിറ്റിയിലെ ലെക്സിംഗ്ടൺ അവന്യൂവിലേക്ക് മാറ്റി. ഞങ്ങൾ അവിടെ എത്തിയ നിമിഷം ധാരാളം സന്ദർശകർ വരികയും ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉപരോധിക്കപ്പെടുകയും ചെയ്തു. അവർ ലോകം മുഴുവനും ആദ്യമായിട്ട് ആൽക്കോഹോളിക്സ് അനോണിമസിനെ ദർശിക്കാൻ തുടങ്ങി. Since AA was growing so fast, GSO had to grow too. More alcoholic staff members were engaged. As they divided the work between them, department began to create it. Today's office has a good many group, foreign and public relations, AA conference, office management, packing and mailing, accounting, stenographic and special service to loners, prisons and hospitals. It was chiefly from correspondence and from our mounting public relations activity with the basic ideas for our traditions came in late 1945. A good AA friend suggested that all this mass of experience might be codified into a set of general, simply stated principles that could offer tested solution of all AA's problems of living and working together and of relating our society to the world outside. If we had become sure enough of where we stood on such matters as membership, growth, autonomy, singleness of purpose, non-endorsement of the other enterprises, professionalism, public controversy, and anonymity in its several aspects, then such a code of principles could be written. Such a traditional code could not, of course, ever become a rule or law, but it could act as a sure guide for our trustees, for headquarters people, and most especially for AA groups with hard growing pains. Being at the center of things, we of the headquarters would have to do the job. Aided by my helpers there, I set to work. The traditions of Alcoholics Anonymous that resulted were first published in the so-called Long From in the Grapevine of May 1946. Then I wrote some more pieces explaining the traditions in detail. This came out in later issues of the Grapevine. അപ്പോൾ AA വളരെ വേഗത്തിൽ വളരുകയായിരുന്നു. GSO അതിനോടൊപ്പം തന്നെ വളരേണ്ടതുണ്ടായിരുന്നു. കൂടുതൽ മദ്യപാനികളായ ജീവനക്കാർ അതിന് ഏർപ്പെട്ടു, അല്ലെങ്കിൽ ആൽക്കോഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ ആയിട്ടുള്ള ജീവനക്കാർ അതിൽ ഏർപ്പെട്ടിരുന്നു. അവർക്കിടയിൽ ജോലികൾ വിഭജിക്കാൻ തുടങ്ങി, വകുപ്പുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഓഫീസിൽ ധാരാളം വകുപ്പുകളുണ്ട്. ഗ്രൂപ്പിന് ഒരു വകുപ്പ്, ഫോറിൻ അഫയേഴ്സിന് ഒരു വകുപ്പ്, പബ്ലിക് റിലേഷൻസിന് ഒരു വകുപ്പ്, AA കോൺഫറൻസിനും ഓഫീസ് മാനേജ്മെന്റിനും പാക്കിംഗ് ആൻഡ് മെയിലിങ്ങിനും അക്കൗണ്ടിങ്ങിനും സ്റ്റെനോഗ്രാഫിക്കും ലോണർമാർക്കും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും
ജയിലുകൾക്കും ആശുപത്രികൾക്കും എന്നിവയ്ക്കുള്ള പ്രത്യേക സേവനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പ്രധാനമായും കത്തിടപാടുകളിൽ നിന്നും നമ്മുടെ വർദ്ധിച്ചു വരുന്ന പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങളിൽ നിന്നുമാണ് നമ്മുടെ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാന ആശയങ്ങൾ വന്നത്. 1945 അവസാനത്തിൽ ഒരു നല്ല AI-കൾ ഒരുമിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനും നമ്മുടെ സമൂഹത്തെ പുറം ലോകവുമായി ബന്ധപ്പെടുത്തുന്നതിനുമുള്ള AI-യുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരീക്ഷിച്ച പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പൊതുവായതും ലളിതമായതുമായ പ്രസ്താവിച്ചതുമായ തത്വങ്ങളുടെ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളുടെ ഒരു കൂട്ടമായി ഈ അനുഭവ സംഭവത്തെ ക്രോഡീകരിക്കാമെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് നിർദ്ദേശിച്ചു. അംഗത്വത്തിനും ഗ്രൂപ്പിനും സ്വയംഭരണം, ലക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഐക്യം, മറ്റ് സംരംഭങ്ങളെ അംഗീകരിക്കാതിരിക്കൽ അല്ലെങ്കിൽ കൂടിച്ചേരാതിരിക്കൽ, പ്രൊഫഷണലിസം, പൊതുവായിട്ടുണ്ടാകുന്ന വിവാദങ്ങൾ, അനോണിമിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അത്തരമൊരു തത്വസംഹിത എഴുതാമെന്ന് തീരുമാനിച്ചു. അത്തരമൊരു പാരമ്പര്യയുടെ കോഡിന് ഒരിക്കലും നിയമമോ അല്ലെങ്കിൽ ഒരു റൂളോ ആക്കാൻ കഴിയില്ല. എന്നാൽ ഇത് ഞങ്ങളുടെ ട്രസ്റ്റുകൾക്കും ആസ്ഥാനത്തുള്ളവർക്കും, പ്രത്യേകിച്ച് AI മോശമായി വളരുന്ന വേദനകളുള്ള ഗ്രൂപ്പുകൾക്കും ഒരു സഹായമായി, കാര്യങ്ങളുടെ കേന്ദ്രമായി മാറി. എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമായി ആസ്ഥാനത്ത് ഞങ്ങൾ ജോലി ചെയ്തു തുടങ്ങി. അവിടെയുള്ള എൻ്റെ സഹായികളുടെ സഹായത്തോടെ ഞാനും ജോലിയിൽ പ്രവേശിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസ് പാരമ്പര്യങ്ങൾ 1946 മെയ് മാസത്തിലെ ഗ്രേപ്പ് വൈനിൽ ദൈർഘ്യമേറിയ രൂപത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. തുടർന്ന് പാരമ്പര്യങ്ങളെക്കുറിച്ച് വിശദമായി വിശദീകരിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ എഴുതി തുടങ്ങി. മുന്തിരിവള്ളിയുടെ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈനിന്റെ പിന്നീടുള്ള ലക്കങ്ങളിൽ ഇവ അനുബന്ധങ്ങളായി പുറത്തു വന്നു. ആചാരങ്ങൾ അനുനയിമിച്ചും 12 പടികളുടെ അല്ലെങ്കിൽ 12 പാരമ്പര്യങ്ങളുടെ ആദ്യ സ്വീകരണം വളരെ രസകരമായിരുന്നു. ചില പ്രതികരണങ്ങൾ സമ്മിശ്രമായിരുന്നു. ചുരുക്കത്തിൽ, ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഗ്രൂപ്പുകൾ മാത്രമാണ് അവയെ ഗൗരവമായി എടുത്തത്. ചില ഭാഗങ്ങളിൽ നിന്ന് അക്രമാസക്തമായ പ്രതികരണം ഉണ്ടായി, പ്രത്യേകിച്ച് നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും നീണ്ട ലിസ്റ്റുകളുള്ള ഗ്രൂപ്പുകളിൽ നിന്ന്. വളരെയധികം നിസ്സംഗത പാരമ്പര്യങ്ങൾക്കുണ്ടായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള എൻ്റെ സ്വന്തം പ്രതീക്ഷകളുടെയും ഭയത്തിന്റെയും ആകെ തുകയല്ലാതെ മറ്റൊന്നും പാരമ്പര്യങ്ങൾ പ്രതിഫലിക്കുന്നില്ലെന്ന് ഞങ്ങളിലെ ചില ബുദ്ധിജീവി അംഗങ്ങൾ പലരും ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിനാൽ ഞാൻ യാത്ര ചെയ്യാനും പുതിയ പാരമ്പര്യങ്ങളെ കുറിച്ച് ധാരാളം സംസാരിക്കാനും തുടങ്ങേണ്ടി വന്നു. ആളുകൾ ആദ്യം മാന്യമായി ശ്രദ്ധാലുവായിരുന്നു. എന്നിരുന്നാലും എൻ്റെ ആദ്യകാല ചില അംഗങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അത് ഞാൻ സമ്മതിക്കേണ്ടി വരും. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം എനിക്ക് ഇതുപോലെയുള്ള വികാരങ്ങൾ അടങ്ങിയ കത്തുകൾ ലഭിച്ചു. ബില്ലേ, നിങ്ങൾ വന്ന് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുപ്പികളെ കുറിച്ചും എവിടെ വെച്ചാണ് നിങ്ങൾ കുടിച്ചതിനെ കുറിച്ചും അത് എവിടെയെല്ലാം നിങ്ങൾ ഒളിപ്പിച്ചിരുന്നു എന്നതിനെ കുറിച്ച് മാത്രം ഞങ്ങളോട് പറയൂ. നിങ്ങളുടെ വലിയ ആ ചൂടുള്ള ആത്മീയ അനുഭവത്തെക്കുറിച്ച് ഞങ്ങളോട് പറയൂ. എന്നാൽ സ്വർഗത്തിന് വേണ്ടി ആ പൊട്ടിത്തെറിച്ച ആചാരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ കുറിച്ച് ഇവിടെ വന്ന് കൂടുതൽ സംസാരിക്കരുത്. കാലം അതെല്ലാം മാറ്റിമറിച്ചു. 5 വർഷത്തിന് ശേഷം ആയിരക്കണക്കിന് ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങൾ 1950 ക്ലീവ്ലാൻഡ് കൺവെൻഷനിൽ യോഗം ചേർന്നു. AI-യുടെ 12 പാരമ്പര്യങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയുടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും വരാനിരിക്കുന്ന സമയത്തും ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കാനും കഴിയുന്ന ആ വേദിയിൽ രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. മെഡിസിൻ ഈ സമയത്ത് മെഡിസിൻ ഈ സമയത്ത് അതേ സമയത്ത് traditions took precautions. The first reception of the Tolstoy traditions was interesting and amusing. The reaction was mixed, to say the least. Only groups in their trouble took them seriously. From some quarters, there was a violent reaction, especially from groups that had long lists of protective rules and regulations. There was much indifference. Several of our intellectual members cried loudly that the tradition reflected nothing more than the sum of my own hopes and fears of Alcoholics Anonymous. Therefore, I began to travel and talk a lot about new traditions. People were at first politely attentive, thought it must be confessed that some did go to sleep during my early harangues. Therefore, I began to travel. Thank you.
But after a while, I got letters containing sentiments like this: Bill, we had loved to have you come and speak. Do tell us where you used to hide your bottles and all about the big hot flash spiritual experience of yours. But for heaven's sake, please don't talk any more bit about these blasted traditions. Time presently changed all that. Only 5 years later, several thousand AA members meeting at the 1950 Cleveland Convention declared that AA 12 traditions constituted the platform upon which our fellowship would best functions and hold together the unity for all time to come. Medicine takes an interest. By this time, AA had found still more favor in the world of medicine. Two of the great medical associations of America did an unprecedented things in the year 1944. The Medical Society of New York invited me to read a paper at its annual meeting. Where following the reading, three of the many physicians present stood up and gave AA their highest endorsement. These were Dr. Harry Tybord, AA's first friend in the psychiatric profession, Dr. Kirby Collier, also a psychiatrist friend and an early advocate of AA, and Dr. Foster Kennedy, world-renowned neurologist. The medical society itself then went still further. They permitted us to print my paper and the recommendations of these three doctors in pamphlet from in 1949. The American Psychiatric Association did exactly the same thing. I read a paper and at its annual meetings in Montreal. The paper was carried in the American Journal of Psychiatry, and we were permitted to reprint it. ഡ്യൂറിങ് ദ reprint it. അപ്പൊ 1944 AA മെഡിസിൻ ലോകത്ത് കൂടുതൽ പ്രീതി കണ്ടെത്തി. അമേരിക്കയിലെ രണ്ട് മികച്ച മെഡിക്കൽ അസോസിയേഷനുകൾ ഞങ്ങൾക്ക് അഭൂതപൂർവമായ ഒരു കാര്യം ചെയ്തു തന്നു. 1944 ന്യൂയോർക്കിലെ മെഡിക്കൽ സൊസൈറ്റി അതിന്റെ വാർഷിക യോഗത്തിൽ ഒരു പ്രബന്ധം വായിക്കാൻ എന്നെ ക്ഷണിച്ചു. വായനയെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന അനേകം ഡോക്ടർമാർ 3 പേർ എഴുന്നേറ്റ് നിന്ന് AA അവരുടെ ഏറ്റവും ഉയർന്ന അംഗീകാരം അല്ലെങ്കിൽ AAയുടെ സൈക്കാട്രിക് പ്രൊഫഷണലിലെ ആദ്യ സുഹൃത്ത് ഡോക്ടർ ഹാരി ടൈബോട്ട്, സൈക്കാട്രിസ്റ്റ് സുഹൃത്തും AAയുടെ ആദ്യകാല അഭിഭാഷകനുമായ ഡോക്ടർ കിർബി കോളിയർ, ലോക പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഫോസ്റ്റർ കെന്നഡി എന്നിവരായിരുന്നു എണീറ്റ് നിന്നത്. മെഡിക്കൽ സൊസൈറ്റി തന്നെ പിന്നീട് മുന്നോട്ട് പോയി. എന്റെ പേപ്പറും ഈ 3 ഡോക്ടർമാരുടെ ശുപാർശകളും ലഘുലേഖ രൂപത്തിൽ അച്ചടിക്കാൻ അവർ ഞങ്ങളെ അനുവദിച്ചു. 1949 ആയപ്പോഴത്തേക്കും അമേരിക്കൻ സൈക്കോട്രിക് അസോസിയേഷനും ഞങ്ങളെ അത് തന്നെ ചെയ്തു. മോൺട്രിയലിൽ അതിന്റെ വാർഷിക യോഗത്തിൽ ഞാൻ ഒരു പേപ്പർ വായിച്ചു. അമേരിക്കൻ ജേണൽ ഓഫ് സൈക്കാട്രിയിൽ ഈ പ്രബന്ധം ഉണ്ടായിരുന്നു. അത് വീണ്ടും അച്ചടിക്കാൻ, പാംപ്ലെറ്റ് രൂപത്തിൽ അച്ചടിക്കാൻ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചു. ഡ്യൂറിംഗ് ദ 1940 two hospitals met all these urgent needs and afforded shining examples of how medicine and AA could cooperate. At St. Thomas Hospital in Akron, Dr. Bob, the wonderful Sister Ignatia, and the hospital staff presided over an alcoholic ward that had ministered to 5,000 alcoholics by the time Dr. Bob passed away in 1950 in New York City. New York in Knickerbocker Hospital provided a ward under the care of our first friend in medicine, Dr. William Duncan Silkworth, where he was assisted by a red-headed AA nurse known as Teddy. It was in these two hospitals and by these pioneering people that the best techniques of combined medicine and AA were worked out. Since proper hospitalization was and still is one of AA's greatest problems, the General Service Office has retained this early hospital experience along with the many subsequent developments and ramifications to group all over the world still another very vital service. അപ്പോൾ 1940 ആയപ്പോഴത്തേക്കും 1940 2 ആശുപത്രികൾ ഈ അടിയന്തര ആവശ്യങ്ങളെല്ലാം നിറവേറ്റുകയും വൈദ്യശാസ്ത്രവും AAയും സഹകരിക്കാമെന്നും അവർ ആശയം രൂപപ്പെടുത്തി. അക്രോണിലെ സെന്റ് തോമസ് ഹോസ്പിറ്റലും ഡോക്ടർ ബോബും സിസ്റ്റർ ഇഗ്നേഷ്യയും ആശുപത്രിയിലെ ജീവനക്കാരും അവിടെ ഒരു മദ്യപാനികൾക്ക് വേണ്ടി വാർഡിന് നേതൃത്വം നൽകി. 1950 ആയപ്പോഴത്തേക്കും ഡോക്ടർ ബോബ് അന്തരിച്ചു. 5000 മദ്യപാനികളെ അതിനോടകം അദ്ദേഹം ശുശ്രൂഷിച്ചിരുന്നു. ന്യൂയോർക്കിലാകട്ടെ നിക്കർ ബേക്കർ ഹോസ്പിറ്റൽ
തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിലെ ആദ്യത്തെ സുഹൃത്തായ ഡോക്ടർ വില്യം ഡങ്കൻ സിക്കിൾകോർത്തിന്റെ സംരക്ഷണയിൽ ഒരു വാർഡ് നൽകി. എ ടെഡി എന്നറിയപ്പെടുന്ന നേഴ്സായിരുന്നു അവിടുത്തെ പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. ഈ രണ്ട് ആശുപത്രികളിലും എയിലെ ആദ്യകാലത്തെ ആളുകളും സംയോജിത വൈദ്യശാസ്ത്രത്തിന്റെ മികച്ച സാങ്കേതിക വിദ്യകളും എയും കൂടി ചേർന്ന് പ്രവർത്തിച്ചു. ശരിയായ ഹോസ്പിറ്റലൈസേഷൻ എയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായതിനാൽ ജനറൽ സർവീസ് ഓഫീസ് ഈ ആദ്യകാല ആശുപത്രികളുടെ അനുഭവങ്ങളും തുടർന്നുള്ള നിരവധി സംഭവ വികാസങ്ങളും പ്രത്യാഘാതങ്ങളും സഹിതം ലോകമെമ്പാടുമുള്ള ഗ്രൂപ്പുകളെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സേവനമാണത്. അനോണിമിറ്റിയുടെ ഒരു പൊട്ടിത്തെറിക്കുന്നത് ഈ സമയത്താണ്. ഞങ്ങളുടെ ദീർഘകാല ക്ഷേമത്തിന് ഗുരുതരമായ പല അനോണിമിറ്റി ഭീഷണികളും നേരിട്ടു. A bash of anonymity breaks. About this time, a serious threat to our long-time welfare made its appearance, usually meaning well. Members began breaking their anonymity all over the place. Sometimes they wanted to use the AA name to advertise and help other causes. Others just wanted their names and the pictures in the papers. Being photographed with the governor would really help AA, they thought. I had earlier been guilty of this too. But at last we saw the appalling risk to AA if all our power drivers got loose at the public level. Already scores of them were doing it. So our general service office got to work. We brought remonstrances, kind ones, of course, to every breaker. We even sent letters to nearly all press and radio outlets, explaining why AA shouldn't break their anonymity before the public. Nor we added, did AA solicit money? We paid our own bills. In a few years, the public anonymity breakers were squeezed down to handful. Thus, another valuable GSO service had gone into action. അപ്പോൾ ഇതിനോടകം അനോണിമിറ്റിക്ക് ഒരു ഭീഷണി അല്ലെങ്കിൽ ദീർഘകാല ക്ഷേമത്തിന് ഗുരുതരമായ ഒരു ഭീഷണി പ്രത്യക്ഷപ്പെട്ടു. അംഗങ്ങൾ അവരുടെ അനോണിമിറ്റി എല്ലായിടത്തും തകർക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവർ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. പരസ്യം ചെയ്യാനും മറ്റ് കാരണങ്ങളെ സഹായിക്കാനുമായിട്ട് അവർ എയുടെ പേര് ഉപയോഗിച്ചു. മറ്റുള്ളവർക്ക് അവരുടെ പേരും ചിത്രങ്ങളും പേപ്പറുകളിൽ അല്ലെങ്കിൽ പത്രത്തിൽ വരണമെന്നും ഉണ്ടായിരുന്നു. ഗവർണറോടൊപ്പം ഫോട്ടോ എടുക്കുന്നത് എയെ ശരിക്കും സഹായിക്കുമെന്ന് അവർ കരുതി. ഇതിനു മുമ്പ് ഞാനും ആ കാര്യത്തിൽ കുറ്റക്കാരനായിരുന്നു. എന്നാൽ അവസാനം ഞങ്ങൾ എയുടെ ഭയാനകമായ അപകട സാധ്യതയെ നേരിട്ട് കണ്ടു. നമ്മുടെ എല്ലാ ഇത്തരത്തിലുള്ള പവർ ഡ്രൈവറുകളും അല്ലെങ്കിൽ ഇങ്ങനെ അധികാരം പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ പൊതുതലങ്ങളിൽ വലിയ ആളാകാനുള്ള ആ കാര്യം നമ്മൾ വിട്ടുകൊടുത്താൽ അവർ നിരവധി പേർ ഇതിനകം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനോണിമിറ്റി ബ്രേക്കിംഗ്, അങ്ങനെ ഞങ്ങളുടെ ജനറൽ സർവീസ് ഓഫീസിൽ അത് ചർച്ച ചെയ്തു. അതിനുള്ള ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എല്ലാ അനോണിമിറ്റി തകിടം മറിക്കുന്നവർക്കും ഞങ്ങൾ റെമോൺസ്ട്രൻസ് അല്ലെങ്കിൽ ദയവുള്ള ചില കത്തുകൾ എഴുതി. എയുടെ അനോണിമിറ്റി പൊതുജനങ്ങൾക്ക് മുന്നിൽ തകർക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ മിക്കവാറും എല്ലാ പ്രസ് റേഡിയോ ഔട്ട്ലെറ്റുകൾക്കും കത്തുകൾ അയച്ചു. ഞങ്ങൾ കൂട്ടിച്ചേർത്തു, എയെ പണം അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ സ്വയം ബില്ലുകളാണ് അടയ്ക്കുന്നത്, അതുകൊണ്ട് ആരുടെയും കയ്യിൽ നിന്ന് പണം അഭ്യർത്ഥിക്കുന്നില്ല. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അനോണിമിറ്റി ബ്രേക്കറുകൾ ഒരു ചുരുങ്ങി തുടങ്ങി. അങ്ങനെ മറ്റൊരു വിലപ്പെട്ട GSO സേവനം പ്രവർത്തനം ആരംഭിച്ചു. GSO സേവനങ്ങൾ അങ്ങനെ വിപുലീകരിക്കുന്നു. GSO service suspend. To maintain all this ever-lengthened service lifetime, the office had to go on expanding. GSO moved to 44th Street. Our present array of service may look big business to some, but when we think of the size and reach of AA today, then it's true at all. In 1945, for example, we had one paid worker to every 98 groups. In 1955, one paid worker to every 230 groups. It therefore seems sure that we shall never be burdened with a bureaucratic and expensive service setup. No, descriptions of our world service would be complete without full acknowledgement of all that has been contributed by our non-alcoholic trustees. Over the years, they have given an incredible amount of time and effort. There has been a true labor of love. Some of them lack
like Jack Alexander, Fulton Ortsler, Leonard Harrison, and Bernard Smith have given much in their fields of literature, social service, finance, and law. Their example is being followed by a more recent non-alcoholic trustees. As I pointed out earlier, in the 1940s, our headquarters was constantly overhung by one great threat of its future existence. Dr. Bob and I and our board of trustees had the entire responsibility for the conduct of AA service in the year leading of uh, leading up to 1950 and 1951. We began to debate the desirability of some sort of advisory board of AAs, or maybe we needed a conference of larger numbers elected by AA itself, people who would inspect the headquarters yearly, a body to whom the trustees could become responsible, a guiding concerns of our whole world affair. അപ്പോൾ GSO 44-ാം സ്ട്രീറ്റിലെ GSO സ്ഥാപനങ്ങൾ വിപുലീകരിക്കുന്നു. ഈ എല്ലാം ദൈർഘ്യമേറിയ സേവന ലൈറ്റുകളും നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഓഫീസ് വിപുലീകരിക്കേണ്ടതുണ്ട്. GSO 44-ാം സ്ട്രീറ്റിലേക്ക് മാറ്റി. ഞങ്ങളുടെ നിലവിലെ സേവനങ്ങൾ ചിലർക്ക് വലിയ ബിസിനസ്സായി തോന്നിയേക്കാം. എന്നാൽ എയുടെ വലിപ്പവും വ്യാപ്തിയും ചിന്തിക്കുമ്പോൾ ഇന്ന് അത് ഒട്ടും വലുതല്ല. ഉദാഹരണത്തിന് 1945 ഓരോ 98 ഗ്രൂപ്പുകളിലും ഞങ്ങൾക്കൊരു 98 ഗ്രൂപ്പുകൾക്കുമായിട്ട് അതിന് സേവനം ചെയ്യാനായിട്ട് സേവനക്കാരനുണ്ടായിരുന്നു. 1955 ഓരോ 230 ഗ്രൂപ്പുകളിലും അതിനുവേണ്ടി സേവനം ചെയ്യാനായിട്ട് നമ്മുടെ ഓഫീസിൽ ഒരു തൊഴിലാളി ഉണ്ടായി. 1945 ആയപ്പോഴത്തേക്കും 98 ഗ്രൂപ്പുകൾക്ക് ഒരു സേവനം ഉണ്ടായിരുന്നത് ഇപ്പോൾ 1955 230 ഒരു സേവനം ചെയ്യാനായി ഒരാളുണ്ടായി. അതിനാൽ ബ്യൂറോക്രാറ്റിക് ചെലവേറിയ സേവന സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഭാരപ്പെടില്ലെന്ന് ഉറപ്പാണ്. ആൽക്കഹോളിക് ട്രസ്റ്റികൾ സംഭാവന ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ അംഗീകാരമില്ലാതെ ഞങ്ങളുടെ ലോക സേവനങ്ങളുടെ ഒരു വിവരണം പൂർത്തീകരിക്കാനാവില്ല. വർഷങ്ങളായി അവർ അവിശ്വസനീയമായ സമയവും പരിശ്രമവും നമ്മൾക്ക് വേണ്ടി നൽകി. അവരുടെ യഥാർത്ഥ ഒരു സ്നേഹത്തിന്റെ പ്രയത്നമായിരുന്നു. അവരിൽ ചിലർ എന്ന് പറയുന്നത് ഒന്ന് ജാക്ക് അലക്സാണ്ടർ ആണ്, പിന്നീടുള്ളത് ഫുൾട്ടൺ ഓർസ്ലർ, ലിയോനാർഡ് ഹാരിസൺ, ബെർണാർഡ് സ്മിത്ത് എന്നിവരെ പോലെ ഒരുപാട് പേര് നമ്മുടെ സാഹിത്യത്തിനും സാമൂഹിക സേവനത്തിനും ധനകാര്യം, നിയമം തുടങ്ങിയ മേഖലകളിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരുടെ മാതൃകയാണ് അടുത്തിടെയുള്ള മദ്യ വിരുദ്ധയിൽ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റുകൾ നമ്മളെ പിന്തുടരാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1940-കളിൽ ഞങ്ങളുടെ ആസ്ഥാനം അതിന്റെ ഭാവി നിലനിൽപ്പിന് ഒരു വലിയ ഭീഷണി നേരിട്ടു. എയുടെ സേവനങ്ങളുടെ നടത്തിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഡോക്ടർ ബോബിനും എനിക്കും നമ്മളുടെ ട്രസ്റ്റി ബോർഡിനും ഉണ്ടായിരുന്നു. 1950-നും 1951-നും മുമ്പുള്ള വർഷങ്ങളിൽ എയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശക സമിതിയുടെ അഭികാമ്യതയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതായത് ഡോക്ടർ ബോബിന്റെയും എന്റെയും മേലുള്ള ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ വേണ്ടി. അല്ലെങ്കിൽ എയെ തെരഞ്ഞെടുത്ത വലിയ അംഗങ്ങളുള്ള ഒരു സമ്മേളനം ഞങ്ങൾക്ക് ആവശ്യമായി വന്നു. അങ്ങനെ ആസ്ഥാനം വർഷം തോറും പരിശോധിക്കുന്ന ചില ആളുകൾ ഉണ്ടാവണം. ട്രസ്റ്റികൾക്ക് ഉത്തരവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റികൾക്ക് ഉത്തരവാദികളാകാൻ കഴിയുന്ന ഒരു ബോഡി ഉണ്ടാകണം. നമ്മുടെ മുഴുവൻ ലോക പ്രയത്നത്തിന്റെ വഴികാട്ടിയായ ഒരു ഗ്രൂപ്പ് മനസാക്ഷി ഉണ്ടാകണം. But the objections to this were persistent, and nothing happened for several years. Such a venture, it was said, would be expensive, where still it might plunge into descriptive political activity when conference delegates were elected. Then Dr. Bob fell ill, mortally ill, finally in 1950, spurred on by the relentless logic of the situation. The trustees authorized Dr. Bob and me to devise the plan with which the booklet deals. It was a plan for a general service conference of AA, a plan by which our society would assume full and permanent responsibility for the conduct of its most vital affairs.
അപ്പോൾ എന്നാൽ ഇതിനെതിരെ എതിർപ്പുകൾ നിലനിൽക്കുന്നതിനാൽ വർഷങ്ങളോളം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത്തരമൊരു സംരംഭം ചെലവേറിയതായിരിക്കുമെന്ന് പലപ്പോഴും പറയപ്പെട്ടു. അതിലും മോശം അഭിപ്രായം പറഞ്ഞത് അത് AI കോൺഫറൻസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ വിനാശകരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് AI പോകുമെന്നാണ്. തുടർന്ന് ഡോക്ടർ ബോബ് വളരെ പെട്ടെന്ന് രോഗബാധിതനായി. അദ്ദേഹം മാരകമായിട്ടുള്ള രോഗത്തിന് അടിമയായി. ഒടുവിൽ 1950-ൽ സാഹചര്യത്തിന്റെ നിരന്തരമായ യുക്തിയാൽ ചില ട്രസ്റ്റുകൾ അതിനുവേണ്ടി പ്രേരിപ്പിച്ചു. ഈ ചെറു പുസ്തകം കൈകാര്യം ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിക്കാൻ ഡോക്ടർ ബോബിനെയും എന്നെയും അധികാരപ്പെടുത്തി. AI ഒരു പൊതുസേവന സമ്മേളനത്തിനുള്ളിൽ ജനറൽ സർവീസ് കോൺഫറൻസിനുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. ഞങ്ങളുടെ സൊസൈറ്റിക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള പൂർണ്ണവും ശാശ്വതവുമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതി. അങ്ങനെയാണ് കോൺഫറൻസ് പിറക്കുന്നത്. ബർത്ത് ഓഫ് ദ കോൺഫറൻസ്. ഇറ്റ് വാസ് വൺ തിങ് ടു സേ ദാറ്റ് വി ought to have a general service conference, but it was quite another to devise a plan which would bring it into successful existence. The cost of holding one was easily dismissed, but how on earth were we going to cut down destructive politics with all its usual struggles for prestige and vainglory? How many delegates would be required and from where should they come? Arrived in New York, how could they be related to the board of trustees? What would be their actual powers and duties? With this several weighty consideration in mind, and with some misgivings, I commenced work on a draft of a plan, much assisted by Helen B., an AA staff member, though the conference might be later enlarged to include the whole world. We felt that the first delegates should come from US and Canada only. Each state and province might be allowed one delegate. Those containing heavy AA populations would have additional delegates. To give the conference continuity, delegates could be divided into panels. An odd numbers panel, panel 1, elected over 2 years, would be invited for 1951, the first year. An even numbered panel, panel 2, elected for 2 years, would be seated in 1952. Thereafter, one panel would be elected and one would be retired yearly. This would cause the conference to rotate while maintaining some continuity. But how could we pull the inevitable elections pressures down? To accomplish this, it was provided that a delegate must receive a 2/3 vote for election. If a delegate got a majority of this size, nobody could kick much. But if he or she didn't, and the election was close, what then? Well, perhaps the names of the 2 highest in the running, or the 3 officers of the committee, or even the whole committee would be put in a hat. One name would be drawn. The winner of this painless lottery would become the delegate. But when these delegates meet in a conference, what would they do? We thought they would want to have real authority. So in the charter drawn for the conference itself, it was provided that the delegates could issue flat directions to the trustees on a 2/3 vote, and even a simple majority vote would constitute a mighty strong suggestion. അപ്പോൾ ബർത്ത് ഓഫ് ദ കോൺഫറൻസ്. അപ്പോൾ AI ഒരു പൊതുസേവന സമ്മേളനത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാനായിട്ട് ഡോക്ടർ ബോബിനെയും എന്നെയും അതിനോടകം 1950-ൽ ട്രസ്റ്റിമാര് അധികാരപ്പെടുത്തി. ഞങ്ങളുടെ സൊസൈറ്റിക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള പൂർണ്ണവും ശാശ്വതവുമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് കോൺഫറൻസ്. കോൺഫറൻസിന്റെ പിറവി. ഞങ്ങൾ ഒരു പൊതുസേവന സമ്മേളനം നടത്തണമെന്ന് പറയുന്നത് ഒരു കാര്യമാണ്. എന്നാൽ അത് വിജയകരമായ നിലനിൽപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരെണ്ണം കൈവശം വെക്കുന്നതിനുള്ള ചെലവ് എളുപ്പത്തിൽ തള്ളിക്കളയാം. എന്നാൽ സ്ഥാനമാനങ്ങൾക്കും പൊള്ളത്തരങ്ങൾക്കും വേണ്ടിയുള്ള സാധാരണ പോരാട്ടങ്ങളുള്ള വിനാശകരമായ രാഷ്ട്രീയത്തെ നാം എങ്ങനെ വെട്ടിമാറ്റാൻ പോകും? എത്ര പ്രതിനിധികൾ, ഡെലിഗേറ്റുകൾ ആവശ്യമാണ്? അവർ എവിടെ നിന്നെല്ലാം വരണം? ന്യൂയോർക്കിൽ അവരെങ്ങനെ എത്തും? അവർക്ക് എങ്ങനെ ട്രസ്റ്റി ബോർഡുമായി ബന്ധമുണ്ടാകും? അവരുടെ യഥാർത്ഥ അധികാരങ്ങളും കടമകളും എന്തായിരിക്കും? ഈ ഭാരിച്ച പല പരിഗണനകളും മനസ്സിൽ വെച്ചുകൊണ്ട് ചില സംശയങ്ങളോടെ ഞാൻ ഒരു പദ്ധതിയുടെ ഡ്രാഫ്റ്റിന്റെ ജോലി ആരംഭിച്ചു. ഹെലൻ ബി, AA സ്റ്റാഫ് അംഗം, എന്നെ സഹായിച്ചു. ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതിനായി കോൺഫറൻസ് പിന്നീട് വിപുലീകരിക്കാമെങ്കിലും US-ൽ നിന്നും കാനഡയിൽ നിന്നും മാത്രമേ ആദ്യ പ്രതിനിധികൾ വരാവൂ എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി.
ഓരോ സംസ്ഥാനത്തിനും പ്രവിശ്യയ്ക്ക് ഒരു പ്രതിനിധിയെ അനുവദിച്ചേക്കാം. കനത്ത ജനസംഖ്യയ്ക്ക് ഉള്ള അനുപാതമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ അധിക പ്രതിനിധികൾ ഉണ്ടായിരിക്കാം. കോൺഫറൻസ് തുടർച്ച നൽകുന്നതിന് പ്രതിനിധികളെ പാനലുകളായി തിരിക്കണം. 2 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാനൽ ആദ്യ വർഷമായ 1951 അവർ ക്ഷണിക്കപ്പെടും. അപ്പൊ ആദ്യ പാനൽ 1 എന്ന് വിളിക്കുന്ന പാനൽ 1951 ക്ഷണിക്കപ്പെടും. 2 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഇരട്ട അക്കങ്ങളുള്ള ഒരു പാനൽ 2 1952 വന്നിരിക്കും. അതിനുശേഷം ഒരു പാനൽ തെരഞ്ഞെടുക്കുകയും ഒരാൾ വർഷം തോറും വിരമിക്കുകയും ചെയ്യും. ഇത് ചില നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കോൺഫറൻസ് റൊട്ടേറ്റ് ചെയ്യാൻ ഇടയാക്കും. അപ്പോൾ ആദ്യത്തെ വർഷം വരുന്ന പാനലും രണ്ടാമത്തെ വർഷം വരുന്ന പാനലും കൂടി ഓരോ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഡെലിഗേറ്റുകൾ വിരമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചില തുടർച്ച നിലനിർത്തിക്കൊണ്ട് വരുന്ന കോൺഫറൻസ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ അനിവാര്യമായ തെരഞ്ഞെടുപ്പ് സമ്മർദ്ദം അല്ലെങ്കിൽ ഇലക്ഷൻ സമ്മർദ്ദം നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കാനാകുക? ഇത് പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ പൂർത്തീകരിക്കുന്നതിന് ഒരു ഡെലിഗേറ്റിന് തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് ലഭിക്കണമെന്ന് ഞങ്ങൾ വ്യവസ്ഥ ചെയ്തു. ഒരു ഡെലിഗേറ്റിന് തെരഞ്ഞെടുപ്പിൽ 2 വോട്ട്. ഒരു പ്രതിനിധിക്ക് ഈ വലിപ്പത്തിന്റെ ഭൂരിപക്ഷം ലഭിച്ചാൽ അല്ലെങ്കിൽ 2 വോട്ട് ലഭിച്ചാൽ ആർക്കും അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയില്ല. എന്നാൽ അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? 2 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കൊള്ളാം. ഒരു പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന 2 പേരുടെ പേരുകൾ അല്ലെങ്കിൽ കമ്മിറ്റിയിലെ 3 ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മുഴുവൻ കമ്മിറ്റിയുടെയും പേരുകൾ ആ തൊപ്പിയിലിടാം അല്ലെങ്കിൽ ഹാറ്റിലിടാം. അതിൽ നിന്ന് ഒരു പേര് തിരഞ്ഞെടുക്കും. അപ്പോൾ വേദനയില്ലാത്ത ഈ ലോട്ടറിയുടെ വിജയി ഡെലിഗേറ്റ് ആകും. എന്നാൽ ഈ പ്രതിനിധികൾ കോൺഫറൻസിൽ കണ്ടുമുട്ടിയാൽ അവർ എന്ത് ചെയ്യും? അവർക്ക് യഥാർത്ഥ അധികാരം ലഭിക്കണമെന്ന് ഞങ്ങൾ കരുതി. അതിനാൽ കോൺഫറൻസിനായി വരച്ച ചാർട്ടറിൽ തന്നെ ഡെലിഗേറ്റുകൾക്ക് 2 വോട്ടിൽ ട്രസ്റ്റുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഒരു കേവല ഭൂരിപക്ഷ വോട്ട് പോലും ശക്തമായ ഒരു നിർദ്ദേശമായി മാറും. Delegates encouraged to questions. The first conference was set for April 1951. In came the delegates. They looked over our officers, select to Garrett, got acquainted with the whole staff, shook hands with the trustees. That evening we gave them a briefing sessions under the name of What's on Your Mind. We answered scores of questions of all kinds. The delegates began to feel at home and reassured the inspecting our finances with a microscope. After they had listened to reports from the board of trustees and from all the services, there was warm but cordial debate on many questions of policy. Trustees submitted several of their own serious problems or the opinion of the conference. അപ്പോ പ്രതിനിധികൾക്ക് ചോദ്യത്തിന് അല്ലെങ്കിൽ ഡെലിഗേറ്റുകൾക്ക് ചോദ്യത്തിന് പ്രോത്സാഹനം നൽകി. പ്രതിനിധികൾ ആദ്യത്തെ സമ്മേളനം 1951 ഏപ്രിൽ നിശ്ചയിച്ചു. ഞങ്ങളുടെ ഓഫീസുകൾ അവരെ നോക്കി എല്ലാം അവർ പരിശോധിച്ചു. അതായത് ഗ്യാരേജ് മുതൽ ഞങ്ങളുടെ ഓഫീസിലെ നിലവറ വരെ അവർ പരിശോധിച്ചു. മുഴുവൻ ജീവനക്കാരെയും ഡെലിഗേറ്റുകൾ പരിചയപ്പെട്ടു. ട്രസ്റ്റികളുമായി അവർ ഹാൻഡ്ഷേക്ക് ചെയ്ത് അല്ലെങ്കിൽ കൈകൾ കുലുക്കി. അന്ന് വൈകുന്നേരം നിങ്ങളുടെ മനസ്സിൽ എന്താണ്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന പേരിൽ ഞങ്ങൾ അവർക്ക് ഒരു ബ്രീഫിംഗ് സെക്ഷൻ നൽകി. എല്ലാത്തരം ചോദ്യങ്ങൾക്കും ഞങ്ങൾ അവർക്ക് ഉത്തരം നൽകി. ഡെലിഗേറ്റുകൾക്ക് വീട്ടിലിരുന്ന് എന്നതുപോലെ ആശ്വാസം തോന്നി തുടങ്ങി. അവർ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചു. ബോർഡ് ഓഫ് ട്രസ്റ്റികളിൽ നിന്നും എല്ലാ സേവനങ്ങൾക്കും നിന്നുള്ള റിപ്പോർട്ടുകൾ അവർ ശ്രദ്ധിച്ച ശേഷം പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഊഷ്മളവും എന്നാൽ സൗഹാർദ്ദപരവുമായ സംവാദങ്ങൾ നടന്നു. കോൺഫറൻസിന്റെ അഭിപ്രായത്തിനായി ട്രസ്റ്റികൾ അവരുടെ തന്നെ ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾ സമർപ്പിച്ചു. So went session after session, morning, afternoon and evening. The delegates handled several tough puzzles about which we at GSO were in doubt, sometimes giving advice contrary to our own conclusions. In nearly every instance, we saw that they were right then and proved as never before that AIS traditions too was correct. The group conscience could safely act as the sole authority and sure guide for Alcoholics Anonymous. Nobody present will ever forge with that final session of the conference. We knew that the impossible had happened, that AA could never break
down the middle that Alcoholics Anonymous was at the last safe from any storm the future might bring. And we returned home. They carried the same convictions with them, realizing our need for funds and better literature circulation. Some did place a little too much emphasis on this necessary city. Others were a little discouraged, wondering why fellow members in their areas did not take fire as they had. They forgot that they themselves had been eyewitnesses to the conference and that their brother alcoholics had not. But both here and to home, they made an impression much greater than they knew. In the midst of this exciting turn of affairs, the conference agreed that the Alcoholic Foundation ought to be renamed the General Service Board of Alcoholics Anonymous, and this was done. The word foundation stood for charity, paternalism, and maybe big money. AA would have none of this. From here out, we would assume full responsibility and pay our expenses ourselves. As I watched all this grow, I became entirely sure that Alcoholics Anonymous was at last safe haven from me. അങ്ങനെ കോൺഫറൻസിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പല സെക്ഷനുകൾ നടന്നു. ഡെലിഗേറ്റുകൾ നിരവധി കടുപ്പമേറിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഞങ്ങൾ GSO സംശയത്തിലായിരുന്നു. ചിലപ്പോൾ ഞങ്ങളുടെ സ്വന്തം നിഗമനങ്ങൾക്ക് വിരുദ്ധമായ ഉപദേശങ്ങൾ ഞങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും അവർ പറഞ്ഞത് ശരിയാണെന്ന് ഞങ്ങൾ കണ്ടു. എയുടെ പാരമ്പര്യം രണ്ട് ശരിയാണെന്ന് മുമ്പെങ്ങൊന്നുമില്ലാത്ത വിധം അവിടെ ഞങ്ങൾ തെളിയിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസ് ഏക അധികാരവും ഉറപ്പുള്ള വഴികാട്ടിയും എയുടെ പാരമ്പര്യം രണ്ട് ശരിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസ് ഏക അധികാരവും ഉറപ്പുള്ള വഴികാട്ടിയുമായി ഗ്രൂപ്പ് മനസാക്ഷിക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയും. ആദ്യ കോൺഫറൻസിന്റെ അവസാന സെക്ഷനിൽ പങ്കെടുത്ത ആരും അത് മറക്കില്ല. അസാധ്യമായത് എന്തോ ഒന്ന് സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എയുടെ ഭാവിയിൽ വരുത്തിയേക്കാവുന്ന ഏത് കൊടുങ്കാറ്റിൽ നിന്നും ആൽക്കഹോളിക്സ് അനോണിമസിന് ഒടുവിൽ സുരക്ഷിതമായിരിക്കാൻ കഴിയും. ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരിക്കലും ഒരു തരത്തിലും തകർക്കാൻ കഴിയില്ല. കൂടാതെ പ്രതിനിധികൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അതേ ബോധ്യം അവരോടൊപ്പം കൊണ്ടുപോയി. നമ്മുടെ ഫണ്ടിന്റെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫണ്ടിന്റെയും മികച്ച സാഹിത്യങ്ങളുടെ പ്രചാരത്തിന്റെ ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കി. ചിലർ ഈ ആവശ്യത്തിന് അല്പം കൂടുതൽ ഊന്നൽ നൽകി. മറ്റുള്ളവർ ചിലപ്പോഴെല്ലാം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടെ പ്രദേശങ്ങളിലെ സഹപ്രവർത്തകർ തങ്ങളുടേതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫയർ അല്ലെങ്കിൽ ഈ ഒരു അഗ്നി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിലർ ആശ്ചര്യപ്പെട്ടു. തങ്ങൾ സമ്മേളനത്തിന് ദൃക്സാക്ഷികളായിരുന്നുവെന്നും തങ്ങളുടെ സഹോദര മദ്യപാനികളെ കാണാതെ ഇരുന്നാൽ സഹോദര മദ്യപാനികൾ ഞങ്ങൾ എങ്ങനെ കാണാതിരിക്കുമെന്നും അവർ മറന്നു. പക്ഷെ അവിടെയും വീട്ടിലും അവർ അറിഞ്ഞതിലും വലിയ മതിപ്പ് കോൺഫറൻസിലുണ്ടാക്കി. ആവേശകരമായ ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ആൽക്കഹോളിക്സ് ഫൗണ്ടേഷന്റെ ജനറൽ സർവീസ് ബോർഡ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസിന് ജനറൽ സർവീസ് ബോർഡ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പുനർനാമീകരണം ചെയ്തു. ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ പേര് ജനറൽ സർവീസ് ബോർഡ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് കോൺഫറൻസ് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അത് ചെയ്തു. ഫൗണ്ടേഷൻ എന്ന വാക്ക് ചാരിറ്റി അല്ലെങ്കിൽ ഒരു പിതൃത്വം, ഒരു പക്ഷെ വലിയ പണം ശേഖരിക്കുന്ന സ്ഥാപനം എന്നിവയെ സൂചിപ്പിക്കുന്നു. എക്ക് ഇവയൊന്നും ഉണ്ടാകില്ല. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഞങ്ങളുടെ ചെലവുകൾ സ്വയം വഹിക്കാനും കഴിയും. ഇതെല്ലാം വളരുന്നത് ഞാൻ കണ്ടപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഒടുവിൽ സുരക്ഷിതനാണെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പായി. ആൽക്കഹോളിക്സ് അനോണിമസ് മോചിക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ നിന്ന് പോലും ആൽക്കഹോളിക്സ് അനോണിമസ് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഭാവം പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്.